പ്രിയ ദൈവമക്കളെ, ഈജിയം ഓഫ് ഇന്ത്യ ഭാരതത്തിൽ കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഗ്രാമാന്തരങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. 2008 നമ്മൾ ഈ പ്രസ്ഥാനം ആരംഭിച്ചു. അന്നു മുതൽ സമയബന്ധിതമായി കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകരും തീരുമാനിച്ചു, സമർപ്പിച്ചു. 2014 ഡിസംബർ ആയപ്പോഴേക്കും എല്ലാ സ്റ്റേറ്റിലും കർത്താവിൻ്റെ വേല ആരംഭിക്കാൻ ദൈവം കൃപയായി. അന്നു മുതൽ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. 2022 ഡിസംബർ ആകുമ്പോഴേക്കും 25 വിശ്വാസികളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ഒരു ആരാധനാലയം ഉണ്ടാക്കി കൊടുക്കണം എന്നാഗ്രഹിച്ചു. ദൈവം അതിന് കൃപ ചെയ്തു. COVID-19 എന്ന മഹാമാരിയിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും കർത്താവ് അതിൻ്റെ നടുവിലും സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആരാധിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നവർക്ക് ഇന്ന് ഒരു ആലയത്തിനകത്തിരുന്ന് ആരാധിപ്പാൻ അവസരം കൊടുക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തെ ദൈവം ഉപയോഗിച്ചു. ധാരാളം ദൈവമക്കൾ അതിൻ്റെ പിന്നാമ്പുറമിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു പദ്ധതി മനസ്സിൽ തയ്യാറാക്കി. അത് നമ്മുടെ വിശ്വാസികളുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരുന്നു. ഒന്ന്, തലമുറകൾ ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിച്ച് നമ്മളൊരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. അതിൻ്റെ കാര്യപരിപാടികൾ നടക്കുന്നു. മറ്റൊന്ന്, നമ്മളുടെ വിശ്വാസികളുടെ മക്കൾ വളരെ ദരിദ്രമായ ജീവിത സാഹചര്യത്തിൽ കഴിയുന്നവരാണ്, ആദിവാസികളാണ്. പലരും 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ ആശയറ്റവരായി മറ്റു കാര്യങ്ങൾക്ക് പോവുകയായിരുന്നു. എന്നാൽ +2 കഴിഞ്ഞ് 60% മാർക്കുള്ള എല്ലാ കുട്ടികളെയും ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർത്ത് പഠിപ്പിക്കണം എന്നാഗ്രഹിച്ച് നമ്മൾ വിദ്യാകിരൺ യോജന എന്ന ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. ആ പദ്ധതി പ്രകാരം ഈ വർഷം 16 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്ത് എൻജിനീയറിംഗ്, BSc നഴ്സിംഗ്, BCA അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അവർക്ക് ചേരാം. നമ്മൾ കോളേജിൽ അവർക്കുള്ള ഫീസ് നമ്മൾ കൊടുക്കും. മറ്റൊന്നാണ്, വീടില്ലാത്ത ധാരാളം വിശ്വാസികളുണ്ട്. ഒരു വർഷം 12 വീട് എന്ന് കണക്കാക്കി 2028 ഡിസംബർ ആകുമ്പോഴേക്കും 60 വീടുകൾ നമ്മുടെ വിശ്വാസികൾക്ക് വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. 2 വീടിൻ്റെ പണി ഇതിനോടകം പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. ചെറിയ ഭവനങ്ങൾ 2 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപയ്ക്ക് അകത്ത് തീരുന്ന ചെറിയ ചെറിയ ഭവനങ്ങൾ 360-400 സ്ക്വയർ ഫീറ്റ് വരുന്നു. അങ്ങനെ നമ്മൾ ആരംഭിക്കുന്ന ആ പദ്ധതിയെ കൃപാ ഭവൻ ദാൻ യോജന എന്ന് നമ്മൾ വിളിക്കും. മറ്റൊന്ന്, നമുക്ക് ഹെൽപ്പ് ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്. ഇൻകം ടാക്സ് എക്സംഷൻ അതിന് സംഭാവന തരുന്നവർക്ക് ലഭിക്കും. ആ പ്രസ്ഥാനത്തിലെ ഡോക്സ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തിച്ചു വരുന്നു. വീടുകളിൽ ചെന്ന് BPL വിഭാഗത്തിലുള്ള കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ആരംഭിച്ചു. ആഴ്ചയിൽ 1-2 ദിവസം പ്രവർത്തകർ കടന്നുപോയി പരിചരിക്കുന്നു. 7 പഞ്ചായത്തുകളിലായി ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഏകദേശം 90ഓളം രോഗികൾ നമുക്കുണ്ട്. കൂടാതെ ഭവനങ്ങളിൽ തനിച്ച് കഴിയുന്ന വൃദ്ധരായ മാതാപിതാക്കളെ അത്യാവശ്യം കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടി കൂട്ടുകൂടാൻ ഡോക്സ എന്ന പേരിൽ നമ്മളൊരു പദ്ധതികൾ ആരംഭിച്ചു. വീടുകളിൽ ചെന്ന് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സർവീസ് എല്ലാം നമ്മൾ സൗജന്യമായി ചെയ്തു കൊടുക്കുകയാണ്. ഡയാലിസിസ് നടത്തുവാൻ നിവൃത്തിയില്ലാത്ത
പേഷ്യൻസിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഡയാലിസിനുള്ള സാമ്പത്തിക സഹായങ്ങൾ, അതിനുള്ള ചെക്ക് നമ്മൾ നൽകുന്നു. ഇങ്ങനെ ആത്മീകവും ഭൗതികവുമായ വിഷയങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലും സുവിശേഷീകരണത്തിലും ചേർന്ന് പ്രവർത്തിക്കുന്ന ഈജിം ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിയുന്ന എല്ലാ വേലക്കാരെയും ഓർക്കണം. ദരിദ്രരിൽ ദരിദ്രരായവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അവരിലേക്ക് ദൈവസ്നേഹം പകരാനിടയാകേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെങ്കിലും ഈ വേലയെ സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം എന്ന് കർത്താവ് നിങ്ങളുടെ മനസാക്ഷിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈജിം ഓഫ് ഇന്ത്യയെ സഹായിക്കാൻ മറക്കരുത്. ദൈവം അതിനാവശ്യമായ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ഭാരതത്തിൽ പ്രവർത്തിക്കാൻ ധാരാളം ഏരിയകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യ, സഹായ, സഹകരണങ്ങളും പ്രാർത്ഥനയും ചോദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.